നമസ്കാരം. ബംഗ്ലാദേശിൽ 24 മണിക്കൂറിനിടെ രണ്ടാമത്തെ ഹിന്ദു കൊലപാതകം. ശരത്മണി ചക്രവർത്തി എന്ന 40 വയസ്സുള്ള വ്യവസായിയാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടയിൽ രാജ്യത്തെ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണ്. 18 ദിവസത്തിനുള്ളിൽ 6ാമത്തെ ഹിന്ദു കൊലപാതകം എന്ന അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നേരിടുന്നത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ നർസിംഗ് ജില്ലയിലെ പലചരക്ക് കട ഉടമയായ ശരത്മണിയെ വളരെ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടാണ് അക്രമികൾ ആക്രമിച്ചത്. കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജഷോർ ജില്ലയിൽ 45 വയസ്സുള്ള മറ്റൊരു പത്രത്തിൻ്റെ ആക്ടിംഗ് എഡിറ്റർ കൂടിയായ റാണ പ്രതാപും കൊല്ലപ്പെട്ടിരുന്നു. അതീവ ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതായത് ഇനി ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളൊന്നും മുന്നോട്ട് പോകാൻ പാടില്ല. അവർ ഒന്നുകിൽ രാജ്യം വിട്ടോടണം, അല്ലെങ്കിൽ അവർ മതപരിവർത്തനം നടക്കണം എന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓരോ ആക്രമണങ്ങളും വ്യത്യസ്തമായ രീതിയിൽ നടപ്പിലാക്കുവാനാണ് ശ്രമിക്കുന്നത്. ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകത്തിൽ തുടങ്ങിയതാണ്. ദീപു ചന്ദ്രദാസിനെ നമ്മളെല്ലാം കണ്ടതാണ്. പോലീസിൽ നിന്നാണ് ആക്രമണകാരികൾ ദീപു ചന്ദ്രദാസിനെ പിടിച്ചെടുക്കുകയും അതിനുശേഷം ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയുമായിരുന്നു. ഈ രീതിയിൽ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് ഓരോ കൊലപാതകങ്ങളും അവർ നടത്തി വന്നത്. ശരത്മണി ചക്രവർത്തിയെയും ഈ രീതിയിലാണ് അവർ ആക്രമിച്ചത്. പലാശ ഉപജില്ലയ്ക്ക് കീഴിലുള്ള തിരക്കേറിയ മാർക്കറ്റിൽ തൻ്റെ കട നടത്തിക്കൊണ്ടിരിക്കവെയാണ് ചക്രവർത്തിയെ അജ്ഞാതർ വെട്ടിപ്പരിക്കേൽപ്പിച്ച കൊലപ്പെടുത്തിയത്. വലിയ ക്രൂരമായ രീതിയിൽ ഉള്ള ആക്രമണമാണ്. നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ ഈ രീതിയിലൊരു ആക്രമണം നടത്തുന്നത് ഒരു സൂചനയായിട്ടാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരുന്നത്. അതായത് 24 മണിക്കൂറിനിടയിൽ രാജ്യത്ത് നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ അവർക്ക് എങ്ങനെ നടത്തണമെന്ന് പോലും അറിയാത്ത ഒരു വലിയ ഭീതിയിലാണ്. 1975 മുതൽ 14 കോടി ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ 2 കോടി ഹിന്ദുക്കൾ മാത്രമാണ്. ഇനി അവരെയും എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യുക, അതില്ലാത്ത പക്ഷം അവർക്ക് മതം മാറ്റത്തിലേക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, മതം മാറുക, അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ കൊല്ലപ്പെടുകയോ തങ്ങളുടെ അടിമകളായി ജീവിക്കുകയോ ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ ചേർന്ന് നടപ്പിലാകുന്നത്. എന്തായാലും ഇതിനൊരു തിരിച്ചടി ഭാരതത്തിൽ നിന്ന് ഉടൻ തന്നെ ഉണ്ടാകും എന്ന ഉറപ്പാണ്. വളരെ തന്ത്രപരമായിട്ടാണ് റാണ പ്രതാപ് സിംഗിനെ അവർ കൊലപ്പെടുത്തിയത്. ഒരു പത്രത്തിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള റാണ പ്രതാപിനെ അതിദാരുണമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. കേശപൂരിലെ പ്രദേശത്ത് റാണ പ്രതാപ് ബൈരാഗി എന്ന മറ്റൊരാളും കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും ഇതിനിടയിൽ ലഭ്യമാകുന്നുണ്ട്. ബംഗ്ലാദേശിലെ പൂജ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബാഷുദേവ് ഥറാണ് ഇത്തരത്തിലൊരു വിവരം പങ്കുവച്ചിരിക്കുന്നത്. കുൽന ഡിവിഷനിലെ ജസോറിലെ കേശപൂർ ഉപജില്ലയിൽ അരുവ ഗ്രാമത്തിലെ താമസക്കാരനാണ് ഇദ്ദേഹം. 38 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രീതിയിൽ വലിയ ആശങ്കകളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. വലിയ ആശങ്കയാണ് നമുക്ക്. കാരണം ഇനി ഏത് രീതിയിലാണ് അവിടെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോകുക, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദുക്കൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്ന എന്നത് വലിയ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ്. മണിപ്പൂരിലെ കൊപാലിയ ബസാറിൽ ഐസ് നിർമ്മാണ ഫാക്ടറി ഉടമയായ ബൈരാഗി നരയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദൈനിക് ബി.ഡി. ഖബർ എന്ന പത്രത്തിൻ്റെ ഒരു ആക്ടിംഗ് എഡിറ്റർ കൂടിയാണ് കൊല്ലപ്പെട്ട, അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ടതായി അറിയപ്പെടുന്ന വ്യക്തി. അത്തരത്തിൽ അപകടങ്ങൾ, കൊലപാതകങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എന്തായാലും പുതിയ ഹിന്ദു കൊലപാതകങ്ങൾ ഇനി എന്താണ് ഓരോ ദിവസവും നമ്മൾ തുറന്നു നോക്കേണ്ട ഒരു അവസ്ഥയാണ് ബംഗ്ലാദേശിൽ. സത്യത്തിൽ ഇതൊരു വംശഹത്യ തന്നെയാണ്. ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വംശഹത്യ തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ആവശ്യമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.